ആരോഗ്യത്തിന്റെ മാത്രമല്ല, സൗന്ദര്യത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും പ്രായത്തിന്റെയും ഒക്കെ അളവുകോലായ ചർമ്മത്തെ മാറാരോഗം ബാധിച്ചാൽ രോഗിക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ നിരവധിയാണ്. സോറിയാസിസ്, എക്സിമ, വെള്ളപ്പാണ്ട്, സ്ക്ലീറോഡെർമ, കീലോയിഡ്സ്, ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ, അണുബാധ, അലർജി, ക്യാൻസർ തുടങ്ങി ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. ചൊറിച്ചിൽ, പുകച്ചിൽ, വേദന, നീറ്റൽ തുടങ്ങി തൊടുന്നതും വേദന അറിയാൻ പറ്റാതാകുക, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, നീലപ്പ് തുടങ്ങിയ നിറവ്യത്യാസങ്ങൾ, വ്രണങ്ങൾ, തടിപ്പ്, മുഴകൾ തുടങ്ങിയതിൽ ഏതെങ്കിലുമൊക്കെ ആകാം ലക്ഷണങ്ങൾ. പലപ്പോഴും ഉള്ളിലെ രോഗത്തിന്റെ ലക്ഷണമാവാം ചർമ്മത്തിൽ കാണുന്നത്. അതായത് രക്തക്കൊള്ളികൾ, സന്ധികൾ, വൃക്ക, കരൾ, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗത്തിന്റെ ഒരു ലക്ഷണം മാത്രമാകാം ചർമ്മത്തിൽ കാണുന്നത്. സോറിയാസിസ്, എക്സിമ, വെള്ളപ്പാണ്ട് തുടങ്ങിയ മാറാരോഗങ്ങൾക്ക് കാരണം എന്താണ്? ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ഇവ ചികിത്സിച്ചു മാറ്റാനാകാത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെ ഇത്തരം രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനാകും? ഇത്തരം രോഗികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ചർമ്മരോഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചർമ്മം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയണം. ബേസിക്കലി ഇന്റഗ്യുമെന്ററി സിസ്റ്റം, അതാണ് ശരിക്കും ചർമ്മത്തിന്റെ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പം നമ്മൾ മെഡിക്കലി പറയുന്ന പേര്. അതിൽ തന്നെ ചർമ്മത്തിന് 3 ലെയേഴ്സാണ് മെയിൻലി ഉള്ളത്. ഒന്ന് എപ്പിഡെർമിസ്, ഏറ്റവും പുറമേ കാണുന്നത്, പിന്നെ ഡെർമിസ്, അത് കഴിഞ്ഞ് ഹൈപ്പോഡെർമിസ്. അപ്പൊ ഈ 3 ലെയേഴ്സ് ഉണ്ട്. നമ്മളുടെ ബോഡിയിലെ ഏറ്റവും വലിയ അവയവമാണെന്ന് പറയാം. ശരിക്കും നമ്മുടെ ബോഡി വെയിറ്റിന്റെ 12 to 15% വെയിറ്റ് ഉണ്ട് ചർമ്മത്തിന് ശരിക്കും നമ്മൾ ഹോൾ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ സർഫസ് ഏരിയയുടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.2 to 2 മീറ്റർ സർഫസ് ഏരിയ ഉണ്ട്. പക്ഷെ നമ്മുടെ അതിന്റെ അബ്സോർപ്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് അതിലും കൂടുതലാണ്. കാരണം അതിനകത്തേക്ക് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ട്, ഹെയർ ഫോളിക്കിൾ ഉണ്ട്. അതൊരു ഡീപ് വെല്ല് പോലെയാണ് പോകുന്നത്, ഒരു കിണർ പോലെ ഓരോ സ്ഥലത്തും ഇങ്ങനത്തെ ഇതും കൂടെ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്യാൻ നമ്മൾ ഈ പുറമേ കാണുന്ന ഈ 1.5 to 2 മീറ്റർ അല്ല, മച്ച് മോർ ഏരിയ കൂടുതലുണ്ട്. അതായത് നമ്മളുടെ ബോഡിക്ക് പുറം ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണല്ലോ സ്കിന്ന്. അപ്പൊ നമ്മൾ പുറമേ കാണുന്നതിനേക്കാളും കൂടുതൽ ഏരിയ അത് വരുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പുറത്തെ ലെയറിന്റെ എപ്പിഡെർമിസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനും ഒരു 5 ലെയേഴ്സ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ മെലനോസൈറ്റ് എന്നൊക്കെ പറയുന്നത്, നമ്മൾക്ക് സ്കിന്നിന് കളർ കൊടുക്കുന്നുണ്ട്, സെൽസ്, അങ്ങനെ പലതരം സെൽസിന്റെ ഒരു 5 ലെയേഴ്സ് ആണ് അവിടെ വരുന്നത്. അതുപോലെ നമ്മുടെ നെർവ് എൻഡിങ്സ്, അതായത് നമുക്ക് സെൻസേഷൻ അറിയാനുള്ള തണുപ്പും ചൂടും വേദനയും പ്രഷറും ഇതൊക്കെ അറിയാനുള്ള സെൻസറി നെർവ് എൻഡിങ്സ് ഇതിനകത്താണ്. പിന്നെ അതിനോട് ചേർന്നാണ് നെയിൽസ്, ഹെയർ, അതുപോലെ സ്വെറ്റ് ഗ്ലാൻസിന്റെ ഓപ്പണിങ്, സെബേഷ്യസ് ഗ്ലാൻസിന്റെ ഓപ്പണിങ് ഒക്കെ വരും. അതിന് താഴെയാണ് ഡെർമിസ് എന്ന് പറയുന്നത്. അതിനകത്ത് കണക്റ്റീവ് ടിഷ്യൂ ആണ്, അതായത് ഒരുതരം പ്രോട്ടീൻ കണക്റ്റീവ് ടിഷ്യൂ, അതിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറയും. അതാണ് അതിൽ വരുന്നത്. അതിനകത്താണ് രക്തക്കൊഴലുകള്, ഈ ഹെയറിന്റെ റൂട്ട്, അതായത് നമ്മുടെ ഹെയർ റൂട്ട് എന്ന് പറയുന്നത്, ഹെയർ ഫോളിക്കിള്, പിന്നെ സെൻസറി നെർവ് എൻഡിങ്സിന്റെയും വെസൽസിന്റെയും എല്ലാം പാട്ടും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തണുപ്പോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ വരുമ്പം ഈ ഹെയർ ഫോളിക്കിളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ വരുമല്ലോ,
പൊങ്ങി വരികയല്ലേ. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു മസിലുണ്ട്, അതൊക്കെ അതിനകത്താണ് വരുന്നത്. പിന്നെ അതിനും താഴെയുള്ളതാണ് ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് അല്ലെ സബ്ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയും. അതിനകത്താണ് നമ്മുടെ ഫാറ്റ് സ്റ്റോറേജ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. എന്താ നമുക്ക് ബോഡിക്ക് ഷേപ്പ് തരുന്നതും അതുപോലെ ഓവർ ഫാറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് തെറ്റുന്നതും ഒക്കെ ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസിലുള്ള ഫാറ്റാണ്. പിന്നെ ഈ തെർമോ റെഗുലേഷൻ, നമ്മുടെ ചൂടും തണുപ്പും ഒക്കെ കൺട്രോൾ ചെയ്യാനും ഈ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് റോള് വരുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ നമ്മൾ ഈ നമ്മളുടെ ഭാഗമല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ജീവിക്കുന്ന കുറേ മൈക്രോബ്സ് ഉണ്ട്. ഏകദേശം 1000 ടൈപ്പ് ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ സ്കിന്നിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അവരെല്ലാവരും കൂടെ കൂടിയതാണ് നമ്മുടെ ഈ സ്കിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഫങ്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ സ്കിന്നിന്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ് നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭിത്തിയാണ്. ശരിക്കും നമ്മളെ വീടിന്റെ ഭിത്തി എന്ന് പറഞ്ഞ പോലെ ബോഡിയുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന വോളാണ് ഈ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു മേജർ പാർട്ടാണ്. അപ്പൊ അത് നമ്മളുടെ ഇപ്പൊ സ്കിന്ന് തന്നെ നമ്മളെ UV അൾട്രാവയലറ്റ് റേസ്, സൺറൈസ് കൂടുതലായാൽ നമുക്ക് ഡാമേജിങ് ആണ്. ഈവൻ നമ്മുടെ സ്കിന്നിൽ ഒത്തിരി അൾട്രാവയലറ്റ് റേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാൻസർ വരാം, സ്കിൻ ക്യാൻസർ വരാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ശ്രീലങ്കയിലൊക്കെ ഈവൻ അമേരിക്കയിലൊക്കെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് ഈ ഭൂമധ്യരേഖയായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് മോർ ഡാർക്കർ സ്കിൻ ഉള്ളത് ഒരു പ്രൊട്ടക്റ്റീവാണ്, നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ സ്കിൻ ക്യാൻസർ കൂടുതലും വരുന്നത് ലൈറ്റർ സ്കിന്നുള്ള യൂറോപ്യൻ ഇതിലുള്ളവർക്കാണ് കൂടുതൽ വരുന്നത്. പിന്നെ വെള്ളം പുറത്തേക്ക് പോകാതെ ശരിക്കും നമ്മളുടെ സ്കിന്നിന് വാട്ടർ റെസിസ്റ്റൻ്റാണ്. നമ്മുടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാട്ടർ റെസിസ്റ്റൻസ് തരുന്നത് ഇതാണ്. പിന്നെ നമ്മൾക്ക് ബോഡിക്ക് ഷേപ്പ് തരും, സെൻസറി നെർവ്സ് എല്ലാം അതിലാണ്. പ്രഷർ, പെയിന്, ടച്ച്, തൊടുന്നത്, അറിയുന്നത്, അങ്ങനത്തെ പലതരത്തിലുള്ള ഒരു 5 ടൈപ്സ് ഓഫ് സെൻസസ് നമുക്ക് സ്കിന്നിൽ തന്നെയുണ്ട്. സ്കിന്നിൽ കൂടെ അറിയാൻ പറ്റുന്ന അതെല്ലാം പലതരം നെർവ് എൻഡിങ്സാണ്, പലതരം നെർവ്സാണ് അതിനെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇതിന് തന്നെ ഒരു കുഷനിങ്, നമുക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു എല്ലും ഒക്കെ പോയി ഇത് ചെയ്യാതിരിക്കാൻ നമുക്കൊരു കുഷനിങ് ഇഫക്റ്റ്, നമുക്ക് നമ്മുടെ തന്നെ ബോഡിയുടെ ഒരു കുഷൻ, നമ്മൾ കസേരയിൽ കുഷൻ ഇടുന്നത് പോലെ തന്നെ നമുക്ക് ബോഡിയുടെ ഒരു കുഷനിങ് ഇഫക്റ്റ് ഇത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക, വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാതെ, നമുക്കൊരു സ്കിന്നിന് ഒരു ലീഷൻ, ഒരു മുറിവോ ഒരു പോറലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് വെള്ളം ഒഴുകി പോകുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ ഇതിനൊരു എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ സ്വെറ്റ് വന്നു കഴിയുമ്പോൾ അത് നമ്മളുടെ യൂറിൻ പോലെ തന്നെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് പോലെയും കൂടെയാണ്. അപ്പൊ അത് 2 രീതിയിലാണ് അത് വരുന്നത്. ഒന്നിങ്ങനെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ സ്വെറ്റിൽ കൂടെ പോകും. അതുകൂടാതെ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, നമുക്കറിയാം ചൂട് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വിയർക്കും. അപ്പൊ അതും ആ ഒരു ഫംഗ്ഷനും കൂടെ നമ്മുടെ സ്കിന്നിനുണ്ടെന്നുള്ളത്. പിന്നെ വേറൊരു എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ സൂര്യപ്രകാശം, പ്രത്യേകിച്ച് അൾട്രാവയലറ്റ് റേസ് നമ്മുടെ സ്കിന്നിൽ അടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ D ഉണ്ടാക്കാൻ പറ്റും സ്കിന്നിന്. അതുപോലെ നമ്മളുടെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഹോർമോൺസ് ഉണ്ടാക്കുന്നത് സ്കിന്നിലാണ്. അങ്ങനെ അതുകൂടാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന പലതരം കെമിക്കൽസ് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെ നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന, സന്തോഷം തരുന്ന ആനന്ദയോൺസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ നമ്മുടെ ഇമോഷണൽ ബാലൻസിനെ കറക്റ്റ് ചെയ്യുന്ന ചിലതരം കെമിക്കലുകൾ നമ്മുടെ സ്കിന്നിൽ സൂര്യപ്രകാശം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സൈക്കാട്രിക് ഡിസോർഡേഴ്സും അല്ലെങ്കിൽ പലതരം രോഗങ്ങൾക്ക് നമ്മൾ സൂര്യപ്രകാശം കുറച്ച് കൊള്ളണമെന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കുറവ് കിട്ടുന്ന കാര്യമാണ്, ഇപ്പം ഏറ്റവും കൂടുതലുള്ളതാണ്, പക്ഷെ നമുക്ക് അവസരം കിട്ടുന്നില്ല. എപ്പോഴും എല്ലാവരും ഇൻഡോറാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ അടിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ബട്ട് അതിന് ഒത്തിരി ഹീലിംഗ് പവേഴ്സും ഉണ്ട്. അത് തന്നെ നമ്മുടെ ബോഡി തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എനർജൈസ് ചെയ്യുന്നതാണ്.
നെക്സ്റ്റ്, സ്കിന്നിന്റെ വേറൊരു ഫംഗ്ഷൻ, നമ്മൾ അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഈവൻ ഡയറക്ട്ലി ഓക്സിജൻ സ്കിന്നിന് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് നമ്മളുടെ സ്കിന്നിൽ ഇടുന്ന ഓയില്, പ്രത്യേകിച്ച് ഓയിലി മീഡിയംസിലുള്ള കാര്യങ്ങൾ, അതാണ് ഓയിൻമെന്റുകൾ നമ്മുടെ സ്കിന്നിൽ തേക്കുമല്ലോ. ഒരു ഓയിൽ മീഡിയത്തിൽ നമ്മൾ മരുന്നുകൾ ഇട്ടാലും അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ചില ന്യൂട്രിയൻസിന്, വൈറ്റമിൻ ഡി, കെ, ഈ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾക്ക് അങ്ങനത്തെ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസിന്, പ്രത്യേകിച്ച് ഫാറ്റിനും ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസിനും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാം. അപ്പോൾ ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സ്കിന്നിന് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ്, നമ്മൾ സ്കിന്നിന് വരുന്ന രോഗങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരം രോഗങ്ങളും സ്കിന്നിന് വരാം. അതായത് നമുക്ക് ഇൻഫെക്ഷൻസ്, നമുക്കറിയാം വൈറൽ ഇൻഫെക്ഷൻ വരും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഫംഗൽ ഇൻഫെക്ഷൻ വരാം, അങ്ങനെ ഏത് തരം ഇൻഫെക്ഷൻസും വരാം. അതുകൂടാതെ സ്കിന്നിന് ഡയറക്റ്റ്ലി വരുന്ന അല്ലാതെ പലതരം രോഗങ്ങളുടെ ഒരു ലക്ഷണങ്ങൾ സ്കിന്നിൽ വരും. അല്ലെ മറ്റു രോഗങ്ങളോട് കൂടി നമുക്ക് സ്കിന്നിൽ രോഗങ്ങൾ വരാം. അപ്പൊ നമുക്കറിയാം മൊത്തത്തിൽ വന്ന ഇൻഫെക്ഷൻ ആയിരിക്കും മീസിൽസ് അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, അതിന് സ്കിൻ മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻസിന് മാത്രമല്ല, അല്ലാത്ത ജീവിതശൈലി രോഗങ്ങൾക്ക്, ഇപ്പം ഡയബറ്റിസിൽ ആദ്യം വരുന്നത് സ്കിൻ കളർ ചേഞ്ച് ആയിരിക്കും. അക്കാൻഡ്രോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയുന്ന കഴുത്തിന് ചുറ്റും നല്ല മുഖത്ത് കക്ഷത്തിലൊക്കെ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരിക എന്നുള്ളതാണ് ഡയബറ്റിസിന്റെ ഇത് വരുന്നത്. അതുപോലെ ഡയബറ്റീസിൽ തന്നെ ഡയബറ്റിക് ഡെർമോപ്പതി വരാം. അതായത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് എല്ലാം മിക്കവാറും സ്കിന്നിൽ ചേഞ്ചസ് വരുത്തും. എൻഡ് സ്റ്റേജിലേക്കൊക്കെ ഡയബറ്റീസ് ഒക്കെ വരുമ്പോഴാണ് ഡെർമോപ്പതി വരുന്നത്. ആദ്യം വരുന്നത് അക്കാൻഡ്രോസിസ് നിഗ്രിഗൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ ഫുഡ് അൾസേഴ്സ്, സെൻസേഷൻ ഒക്കെ പോയി കഴിയുമ്പോഴാണല്ലോ ഡയബറ്റിക് അൾസർ വരുന്ന, കാലൊക്കെ മുറിച്ച് കളയുന്നതിലേക്കൊക്കെ വരുന്നത്. പിന്നെ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന് ചുറ്റും സാന്തലാക്ഷ്മം എന്നൊക്കെ പറഞ്ഞ് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് വരും. പിന്നെ ഈ രക്തക്കുഴലുകൾക്ക് വരുന്ന പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന, പ്രത്യേകിച്ച് സ്മോക്കേഴ്സിനൊക്കെ വരുമ്പം വന്ന് കാലിന് കറുപ്പ് നിറം വന്ന് ഉണങ്ങാത്ത മുറിവോ അല്ലെങ്കിൽ കാലിങ്ങനെ കറുത്ത നിറത്തിൽ വന്ന് വിരളൊക്കെ കൊഴിഞ്ഞു പോകുന്ന പോലെയൊക്കെ വരുന്നുണ്ട്. പിന്നെ യൂറിക് ആസിഡ് കൂടിയാൽ ടോഫി എന്ന് പറഞ്ഞു വരും. ലിവർ ഡിസീസ് ഉള്ളവർക്കാണെങ്കിലും പലപ്പോഴും ലിവർ ഡിസീസ് നമ്മൾ അറിഞ്ഞു പോലും ഇല്ലെങ്കിലും മുഖത്ത് കറുപ്പ് നിറം, അതുപോലെ ചിലർക്ക് കിഡ്നിയുടെ ഇതായിരിക്കും വരുന്നത്. കിഡ്നി ഡിസീസ് വരുമ്പോൾ ചിലപ്പോൾ സ്കിന്നിൽ ചൊറിച്ചിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ കളർ കുറയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ നെറ്റിയല്ല ചീക്കിലൊക്കെ കളർ ഡിഫറൻസ് ഒക്കെ വന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന ഉള്ളിലെ രോഗത്തിന്റെ ഒരു പ്രതിഫലനം ആണ് നമ്മളുടെ സ്കിന്നിൽ കാണിക്കുന്നത്. ഡയറക്ട്ലി സ്കിൻ ഡിസീസ് അസ്വസ്ഥതയൊന്നും ഇല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് സ്കിന്നിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. പിന്നെ നമുക്ക് വരാവുന്ന ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ ഉള്ളത് അലർജീസ് ആണ്. അതാണല്ലോ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ചൊറിച്ചില്, തടിച്ചു വരിക, റാഷസ് പോലെ, റാഷൻ വീല് പോലെ പൊങ്ങി വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്കറിയാം ഈ മെഡിസിൻസിനോട് വരുമ്പോൾ അലർജികൾ വരുന്നത് ഇതാണ്. പല മെഡിസിൻസിന്റെ ചിലപ്പോൾ പെട്ടെന്ന് ആദ്യം വരണമെന്നില്ല, കുറെ ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പം ഈ ചില മരുന്നുകളുണ്ട് ആദ്യമൊന്നും ഉണ്ടാവില്ല, കുറെ 2-3 വർഷമൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ഈ അലർജിക് റെസ്പോൺസ് വരുന്നത്. ഡിലേഡ് അലർജിക് റെസ്പോൺസ് എന്ന് പറയും. അങ്ങനെ വന്ന് ഒരു സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് സ്കിന്നിങ് പൊളിഞ്ഞു പോകുന്ന പോലെ വരും. അത് ചിലപ്പം ഫാസ്റ്റായിട്ട് തന്നെ വന്നിരിക്കും. ചിലർക്ക് 1-2 ഈ ആന്റി ഇൻഫ്ലമേറ്ററി NSAID, പെയിൻ കില്ലേഴ്സ് ഒക്കെ പോലെ വല്ല ഫീവർ ഒക്കെ വന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ ആ മരുന്നിന്റെ കൊണ്ടാണോ അതോ ആ രോഗം കാരണം, അതായത് ആ വൈറസിന്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല, ചിലർക്ക് വരാം. അത് വളരെ സിവിയർ ആയി പോവുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കിന്നിൽ ചൊറിച്ചിലോ തടിപ്പോ റെഡ്നെസ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മരുന്ന് നിർത്തി അതുമായിട്ടുള്ള ഡോക്ടറെ കോണ്ടാക്ട് ചെയ്ത് അറിയണം. കാരണം ചില മരുന്ന് 1-2 ആഴ്ച കുറച്ച് ദിവസം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ സിവിയർ ഒരു സ്കിൻ പ്രോബ്ലത്തിലേക്ക് പോകാം. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് സേവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മേജർ സ്കിൻ ഡിസീസസ് എന്ന് പറയുന്നത് ഓട്ടോഇമ്യൂൺ വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് ഈ സോറിയാസിസ്, എക്സീമ, കൊച്ചു പിള്ളേർ വരുന്ന കറുപ്പെന്നും വരട്ടുചൊറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
പിന്നെ അതുപോലെ ഈ സ്കിൻ പൊളിഞ്ഞു പോകുന്ന സോറിയാസിസ്, പിന്നെ ഒരു കറുപ്പ് നിറവും വെളുപ്പ് നിറവും എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്ന ലൈക്കൻ പ്ലാനസ് എന്നും പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ ഈ SLE ലൂപ്പസ് എരിത്തമറ്റോസിസ് എന്ന് പറഞ്ഞ് അതിൽ ബട്ടർഫ്ലൈ റാഷസ് എന്ന് പറയും. ചീക്കിലൊക്കെ നല്ല രണ്ട് സൈഡിലും ബട്ടർഫ്ലൈ പോലെയുള്ള ചുവന്ന നിറത്തിൽ വരും. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും, പ്രത്യേകിച്ച് വെളുത്തിരിക്കുന്നവർക്കാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഈ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, അത് മൊത്തം മറ്റൊരു അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്. അത് വരാം. പിന്നെ സ്ക്ലിറോഡെർമ എന്ന് പറഞ്ഞ് സ്കിൻ കട്ടിയാവുന്നത് പോലെയുള്ള ഒരു അസുഖമുണ്ട്, കുഴിഞ്ഞ് കട്ടി വരുന്ന പോലെ. എന്നിട്ട് അൾസർ, അതും നോൺ ഹീലിംഗ് അൾസർ പോലെ പ്രസന്റ് ചെയ്യാം. അതിലും സ്കിന്നിനെ മാത്രമല്ല മറ്റവയവങ്ങളെ ബാധിക്കും. ഇതൊക്കെ ഒരു റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമാറ്റിസത്തിന്റെ, അതായത് കൊളാജൻ വാസ്കുലർ ഡിസീസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതൊക്കെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. അതുപോലെ തന്നെ വേറൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞ വിറ്റിലിഗോ എന്നുള്ളത്. അത് ശരിക്കും സ്കിന്നിന് വേറെ വലിയ പ്രശ്നം കാണില്ല, പക്ഷെ കളറ് പോകും. അതായത് നമ്മുടെ സ്കിന്നിന് കളറ് വരുന്ന മെലനോസൈറ്റ്സിന് മാത്രം ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച് അതും നശിക്കുന്നത്. അപ്പൊ ഏത് ഭാഗത്താണ് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരുന്ന അനുസരിച്ച് ഈ അതിന്റെ പ്രസന്റേഷൻ വ്യത്യാസം വരുന്ന മാത്രം. മെലനോസൈറ്റിന് മാത്രം ഉള്ളെങ്കിൽ വിറ്റിലിഗോ ആയിരിക്കും. അതേസമയത്ത് എപ്പിഡെർമൽ ലെയറിൽ മാത്രം വരുമ്പോഴാണ് എക്സിമ വരുന്നത്. കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട്, അല്ലെ ഏറ്റവും എപ്പിഡെർമൽ ലെയറിന്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിനെ വരുമ്പോഴേക്കും അതിന് സോറിയാസിസ്. അങ്ങനെ എവിടെ വരുന്നു എന്നനുസരിച്ച് അതിന്റെ ലക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മാറാരോഗമായിട്ട് നിൽക്കുന്നത് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. നെക്സ്റ്റ് വരാവുന്നത് സ്കിൻ ക്യാൻസറും. ക്യാൻസറിന് മുമ്പ് വേറൊരു ക്യാൻസറും ഉണ്ട്. അതുപോലെ തന്നെ ബിനൈൻ, അതായത് നമുക്ക് മുഴകളെന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പാണല്ലോ. ഒന്ന് ക്യാൻസറസ് വരാം, പിന്നെ മറ്റത് ബിനൈൻ, ക്യാൻസർ അല്ലാത്ത തരം മുഴകൾ. അതിൽ വരുന്നതാണ് കീലോയിഡ് എന്ന് പറഞ്ഞൊരിത്. അപ്പൊ അതിൽ കീലോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂഷ്വലി എന്തെങ്കിലും മുറിവ് വന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പറേഷന്റെ സൈറ്റിലായിരിക്കും അത് വരുന്നത്. ആ മുറിവ് ഒന്ന് ഹൈപ്പർട്രോഫിക് ആവും. അത് ചിലർക്ക് അങ്ങനെ മുറിവൊന്നും വരണമെന്നില്ല, അല്ലാതെ തന്നെ വരും. അതൊരു ഒരു ടൈപ്പ് ഓഫ് ബിനൈൻ ട്യൂമർ ഓഫ് ദി സ്കിൻ എന്ന് പറയാം. അത് വളരെ സ്പ്രെഡായിട്ടും വരാം. ഇപ്പൊ ഈ റീസെന്റ്ലി ഒക്കെ കേരളത്തിൽ, പണ്ടൊക്കെ വളരെ റെയർ ആയിട്ട് മുറിവിലൊക്കെ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ലേഡീസിന് ചെവിയിൽ കമ്മലിടാൻ കുത്തുമല്ല, അങ്ങനെ വരുന്നിടത്തൊക്കെ ആയിരുന്നു പഴയ കാലത്തൊക്കെ കിലോയിഡ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഹോൾ ബോഡി, പ്രത്യേകിച്ച് ചെസ്റ്റിലൊക്കെ കിലോയിഡ് മുറിവൊന്നും ഇല്ലാതെ തന്നെ വരുന്ന ഒരു കണ്ടീഷനും കൂടി ഇപ്പൊ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ സ്കിൻ ക്യാൻസർ വരാം. പിന്നെ ഇത് കൂടാതെ നമ്മളെ നെയിലും സ്വെറ്റ് ഗ്ലാൻസിനെ സംബന്ധിച്ച് വരുന്നത്, സെബേഷ്യസ് ഗ്ലാൻസിന് വരുന്ന രോഗങ്ങളായിട്ട് വരാം. ഈവൻ നമുക്ക് ഇതാണല്ലോ പിമ്പിൾസിന്റെ തന്നെ ഒരു കൂടിയ ചെറിയ 1-2 പിമ്പിളൊന്നും വന്നു കഴിഞ്ഞാൽ, മോക്കുരു വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഒരു എക്സ്ട്രീം ഫോമായിട്ട് വരുന്നതുകൊണ്ട് അതും ചിലതൊക്കെ ഒരു ഓട്ടോഇമ്മ്യൂൺ വിഭാഗത്തിൽ വരുന്നത് പോലെയുള്ള പിംഫിക്കസ് വൾഗാരിസ്, അതുപോലെ അക്നി വൾഗാരിസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറച്ചുകൂടെ സിവിയർലി ഡാമേജിങ് ആയിട്ടുള്ളതും വരാം. നെക്സ്റ്റ് നമ്മൾ സ്കിൻ ഡിസീസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമുക്ക് സിമ്പിളാ. ഇപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ ഒരു തരം ആന്റി ഫംഗൽ ഉപയോഗിക്കും. വൈറസ് ആണെങ്കിൽ വൈറസിന്റെ കണക്കനുസരിച്ചെടുക്കും. ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ട് പുറമേ ഇടുന്നതോ ഉള്ളിൽ കഴിക്കുന്നതോ ആയ മരുന്നുകൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിക്കവാറും നമുക്കൊരു ക്ലിയർലി ഒരു ക്യൂർ കിട്ടും. പിന്നെ ചില വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ചിലപ്പോൾ റിക്കർ ചെയ്യാൻ നമുക്ക് അറിയാം. ഈ ഹെർപ്പീസ് സിംപ്ലെക്സ് എന്നൊക്കെ പറഞ്ഞ് റിക്കർ ചെയ്യാം. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോൾ അത് വീണ്ടും റിക്കർ ചെയ്ത് വരും. അതിപ്പോൾ ഫംഗസ് ആണെങ്കിലും അങ്ങനെ തന്നെ, ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോൾ ഇൻഫെക്ഷൻസ് വരും. പക്ഷെ അതിന് നമുക്ക് അതൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് അലർജിയാണ്. അലർജിക്ക് നമ്മൾ ആന്റി അലർജിക് മെഡിസിൻസ് ആണ് എടുക്കുന്നത്. പക്ഷെ അത് പിന്നെയും അന്ന് നമ്മൾ അലർജന്റെ എന്താന്ന് കണ്ടുപിടിച്ച് ഒഴിവാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അല്ലാത്ത കണ്ടീഷനിൽ ഒരു പ്രാവശ്യം ഒന്നും വന്നു കഴിഞ്ഞിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് അലർജന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഓവർ റിയാക്ട് ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിക്കും, അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുഴപ്പമില്ലാത്ത സാധനങ്ങളോട് ഓവർ റിയാക്ട് ചെയ്യുന്നു.
അപ്പൊ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇൻഫ്ലമേറ്ററി സൈഡ് കൂടി ഇംബാലൻസ് ആയി, ഇൻഫ്ലമേഷനും ആന്റി ഇൻഫ്ലമേഷനും തമ്മിൽ ഇംബാലൻസ് വരുന്നതുകൊണ്ടാണ് ഈ അലർജിക് ഡിസോർഡേഴ്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അലർജിയുടെ സ്കിന്നിൽ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ കാണുന്ന ചൊറിഞ്ഞു തടിക്കുക ഇതൊക്കെ വരുന്നത്. അപ്പം മറ്റേ ഉള്ളിലെ ശ്വാസകോശത്തിന് വരുമ്പോഴാണ് നമുക്ക് ആസ്മയായിട്ട് വരുന്നത്. അപ്പൊ അത് അലർജിക് മാനിഫെസ്റ്റേഷൻ ഓരോ അവയവത്തെ ബാധിക്കുന്നതനുസരിച്ച് അതിന്റെ വ്യത്യാസം വരും. അപ്പൊ നമ്മളെപ്പോഴും സ്കിന്നിനെ ബാധിക്കുന്ന അലർജിയെ മാത്രമേ നമ്മൾ അലർജി എന്ന് കണക്കാക്കാറുള്ളൂ എന്ന് മാത്രം. ബട്ട് അതൊരു ചില സാധനങ്ങളോട് അബ്നോർമലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. അപ്പൊ അതിൽ വരുമ്പോഴും നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാൻ. അതുപോലെ അലർജിക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആന്റി അലർജിക് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. അത് സാധാരണ ആന്റി അലർജിക്ക് ചില തരം റുട്ടീനിൽ ഉപയോഗിക്കുന്ന കെറിയട്രാക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ആന്റി ലുക്കോട്രിൻസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൂടാതെ അതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഇമ്മ്യൂണോ സപ്രഷൻ പോലെ തരുത്തുന്നത് പോലെയുള്ള സ്റ്റീറോയിഡ്സ് പോലെയുള്ളത് ഉപയോഗിക്കും. പിന്നെ ഇപ്പം വളരെ മച്ച് മോർ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് കുറെ മരുന്നുകളുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇപ്പം ലേറ്റർ ജനറേഷൻസ് ഉണ്ട്, ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് വിഭാഗത്തില. മറ്റതൊക്കെ സാധാരണ ടൈപ്പുകളൊന്നും ഇഫക്റ്റീവ് ആകാത്തവർക്ക്, കാരണം അലർജി പലർക്കും എന്തൊക്കെ എടുത്തിട്ടും പറ്റാതെ വരുന്ന, ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുമ്പോഴാണ് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ സ്കിന്നിന്റെ അസുഖത്തിന് എത്ര സമയത്ത് കൊണ്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടുമെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഈ നമ്മുടെ ഏറ്റവും പുറമേ ഉള്ള ലെയറിന്റെ ഒരു സെല്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 to 4 weeks ആണ് അത് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ യൂഷ്വലി ഒരു 2 to 4 weeks, പിന്നെ അത് എപ്പിഡെർമിസിന് വരുന്നത്. അപ്പം യൂഷ്വലി ഒരു 6 to 8 week ആണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട്, വൺസ് ഇത് വന്നിരിക്കുന്നതാണെങ്കിൽ മാറാനുള്ളൂ. നമ്മൾ ആ എന്താണോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, എന്താണോ നമ്മുടെ സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 to 8 weeks നമുക്ക് റീസണബിൾ ഒരു ക്ലിയറൻസ് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഈ സ്കിൻ ഡിസീസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്ന ക്രോണിക് ഡിസീസസ് ഒന്നും നമുക്കന്ന് മാറ്റാൻ പറ്റുന്നില്ല. അന്നേരത്തേക്ക് നമ്മൾ മരുന്നിടും, സ്റ്റെറോയിഡ്സ് കഴിച്ചാൽ അപ്പൊ കുറയും, അല്ലെങ്കിൽ സ്റ്റെറോയിഡ് ഓയിൻമെന്റോ അല്ലെങ്കിൽ ഇമ്യൂണോസപ്രസന്റ് ഓയിൻമെന്റോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പൊ കുറയും, പക്ഷെ പിന്നെയും വരും. പിന്നെ നമ്മൾ അല്ലാതെ ഈ മിനറൽ ഓയിൽസും നമ്മൾ കോൾട്ടാർ അങ്ങനത്തെ ഒക്കെ കുറെ ട്രീറ്റ്മെന്റുകൾ, പോവാ തെറാപ്പി, അങ്ങനെ കുറെ പല മെഷേഴ്സും എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ സോറിയാസിസ് ആണെങ്കിലും എക്സിമ ആണെങ്കിലും സ്ക്ലെറോഡെർമ ആണെങ്കിലും ലൈക്കൻ പ്ലാനസ് ആണെങ്കിലും ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതാണ് അതിനകത്ത് വരുന്ന പ്രോബ്ലം. നെക്സ്റ്റ് നമ്മൾ സ്കിന്നിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കോസ്മെറ്റിക്സിനെ കുറിച്ചും കൂടെ ഒന്നും മനസ്സിലാക്കണം. ബേസിക്കലി നമ്മൾ സ്കിന്നിന്റെ പാർട്ട് തന്നെയാണല്ലോ ഹെയർ. നമ്മൾ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത് സ്കിന്നിലും ഹെയറിലുമാണ്. ഓർ ഓൺ ദ ലിപ്സ്, ലേഡീസ് ആണെങ്കിൽ ലിപ്സ് ചോദിപ്പിക്കാനും കൂടി ഇടും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ സ്കിന്നിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് വരുത്തുന്നത് എന്നുള്ളതാണ്. അത് റിയലി നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഹെയർ സ്ട്രൈറ്റ്നേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹെയർ സ്ട്രൈറ്റ്നേഴ്സ് ആണ് ഹെയർ ഡൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് മുഖത്തൊക്കെ കറുപ്പ് പാടും ഒക്കെ ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഈ എല്ലാ ഹെയർ ഡൈസും നമ്മളുടെ ക്യാൻസർ പോസിബിലിറ്റി ഓൾ ഓർഗൻസ് കൂട്ടും എന്നാണ് പറയുന്നത്. സ്റ്റഡീസ് ഉള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ബ്രസ്റ്റ്, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ്, പിന്നെ കിഡ്നി ഫെയിലിയറിന് സാധ്യതയും കൂട്ടും. പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും ഒത്തിരി ലാസ്റ്റ് ഒരു 10-20 yearsലാണ് നമ്മൾ ഈ ഹെയർ സ്ട്രൈറ്റനിങ് കാര്യങ്ങൾ, അതായത് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞുള്ള വന്നിരിക്കുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഫോമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷിനെ ഇങ്ങനെ പ്രിസർവ് ചെയ്യാനായിട്ട് ഫോർമാലിറ്റികൾ ചേർത്ത ഫിഷ് എന്ന് പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ എത്ര സാധനം ഇട്ടതാണ് അതിനകത്ത് വരുന്നത്. അപ്പം അത് നമ്മൾ ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നവർക്ക് മാത്രമല്ല, ഹെയർ സ്ട്രൈറ്റ്നേഴ്സ് യൂസ് ചെയ്യുന്നവന് മാത്രമല്ല, അത് ചെയ്യുന്ന പാർലർ സ്റ്റാഫും അതുപോലെ തന്നെ അവിടെ അടുത്ത് വേറെ ഇരിക്കുന്നുണ്ട്, അവർക്കും അതിന്റെ ആ ഫ്യൂംസ് വരുന്നത് ഡാമേജിങ് ആണ്, ക്യാൻസർ റിസ്ക് വളരെ കൂടുതലാണെന്നാണ് അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് സ്റ്റഡീസ്. ഇപ്പം റീസെന്റ്ലി ആണ് അതിനെ കുറിച്ച് ഇത്രയും സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്നും, അത് യൂട്രൈൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. ഇവൻ ഇപ്പൊ അത് കാരണം ഫോമാൽഡിഹൈഡ് ഇല്ലാത്ത കെരാറ്റിൻ ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളതും പറഞ്ഞ് ഇപ്പം ഫോമാൽഡിഹൈഡ് ബാൻ ചെയ്തു തോന്നുന്നു.
നമ്മുടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പല സ്ഥലങ്ങളിലും ഫോമാലിറ്റികൾ ഇത്തരം പ്രിപ്പറേഷൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അതിന് പകരം ഗ്ലൈക്കോലിക് ആസിഡ് വേറൊരു ടൈപ്പ് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം പുതിയതായിട്ട് കണ്ടു ഒരു റിപ്പോർട്ട്, ഒറ്റ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് റീനൽ ഫെയിലിയർ പോയി പേഷ്യന്റ്. അപ്പം അത് ഏതൊരു മേജർ മെഡിക്കൽ ജേർണലിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കാൽപ്പിൽ ബേൺസും വന്നു, അതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പം അവര് റീനൽ ഫെയിലിയറിലേക്ക് പോയി. അപ്പൊ അതും നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് നമ്മൾ കരുതി ഇത് വേദനയില്ലല്ലോ, മുടിയെ മുറിച്ചാലൊന്നും വേദനയില്ലല്ലോ, അപ്പൊ നമുക്ക് എന്തും ചെയ്യാം, മുടിക്ക് വേദനയില്ല എന്ന് നമ്മൾ കരുതരുത്. കാരണം നമ്മൾ മുടിയിലിടുന്ന എന്ത് സാധനവും ഹെയർ ഫോളിക്കിൾ വഴി ഉള്ളിലേക്ക്, കാരണം അതൊരു കിണർ പോലെയാണ്, അതിന്റെ സൈഡിൽ കൂടെ അത് ഔട്ട് ചെയ്ത് നമ്മുടെ കിണറിന്റെ ഭിത്തിയെ കൂടെ അത് താഴേക്ക് പോകുന്നത് പോലെ അത് അവിടെ ചെന്ന് നമ്മുടെ ബോഡിയിൽ ഏറ്റവും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലുള്ള ഒരു പാർട്ടാണ് ഹെയർ ഫോളിക്കിൾ. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും. അതുപോലെ ഈ ഹെയർ ഫോളിക്കിൾ, ഇതുപോലെ ഹെയറിനകത്ത് തന്നെ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. അവിടെ ഒക്കെ വളരെ ഹൈലി ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഏരിയയാണ്. നമ്മൾ എന്തിടുന്നതും അത് ഇതിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടുന്നത് വളരെ സൂക്ഷിക്കണം. പിന്നെ നമ്മളിപ്പം ബോഡി കെയർ ആയിട്ടും ഹെയർ കെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന മെയിൻലി പെട്രോളിയം പ്രോഡക്ട്സ് ആണ്, മിനറൽ ഓയില. അപ്പൊ അതും ശ്രദ്ധിക്കണം. പണ്ട് നമ്മൾ വെളിച്ചെണ്ണയും വെള്ളെണ്ണയൊക്കെ മാത്രം ഉപയോഗിച്ചിരുന്നിടത്ത് ഇപ്പൊ ഈവൻ കൊച്ചു പിള്ളേരെ ബേബി ഓയിൽ എന്നും പറഞ്ഞ് നല്ല മണമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. പെട്രോളിയം പ്രോഡക്ട്സ് ഫൂഡാണ്, അത് അറിയാവുന്ന കാര്യമാണ്, അതില് ക്യാൻസറോജനിക് ആണെന്ന്. അപ്പൊ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ കുറെ അവയർനെസ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഒക്കെ മിനറൽ ഓയിലിന്റെ ബേസിലുള്ള ബേബി ഓയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതും നമുക്ക് ഡാമേജിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് നമ്മുടെ സ്കിന്നിൽ ഇട്ടാലും അത് ന്യൂട്രിയന്റ് ആണോ എന്ന് നോക്കാം. അപ്പൊ വെളിച്ചെണ്ണ ഇട്ടാൽ കുഴപ്പമില്ല, അതൊരു ന്യൂട്രിയന്റ്, അതിന് വേറെ ഇതിന് വരുന്നില്ല. പക്ഷെ ന്യൂട്രീഷൻ ഇല്ലാത്ത എല്ലാം, എന്ത് കെമിക്കലും, മിനറൽ ഓയിൽ, പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ അതിനെല്ലാം ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടെന്നുള്ളത് ഓർക്കണം. പിന്നെ ഇങ്ങനത്തെ സാധനത്തിനകത്തെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ എല്ലാം വാട്ടറാണ് മെയിൻ കണ്ടന്റ്. അപ്പൊ അതിനകത്ത് പ്രിസർവേറ്റീവ്സും കെമിക്കൽസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്കിൻ ഡിസീസ് ഉള്ളവർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കും. അപ്പൊ എന്ത് ചെയ്യാനാവും എന്നുള്ളതാണ്. നമുക്ക് ഇതൊക്കെയാണ്, മരുന്നുകളൊന്നും അത്ര ഇഫക്റ്റീവ് അല്ല. ചെയ്താലും മുഴുവൻ മരുന്ന് എടുക്കണം. വെരി സ്ട്രോങ് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നാലും പല സോറിയാസിസും എക്സിമയൊക്കെ പോലുള്ള പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗങ്ങളുടെ ഒന്നും കാരണം, ഇപ്പം ഇൻഫെക്ഷൻ വന്നാൽ ശരിയാണ്, നമുക്ക് ഒരു ആന്റിബയോട്ടിക്കോ ആന്റിഫംഗലോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വലിയ കുഴപ്പമില്ല, ആരോഗ്യമുള്ള ആൾക്കാണെങ്കിൽ അത് പെർമനന്റ്ലി മാറും. ഇല്ല, നമ്മൾ വീക്ക് ആയിട്ടുള്ള ആളാണ്, മറ്റു രോഗങ്ങളുള്ള ഡയബറ്റിക് പേഷ്യന്റോ മറ്റു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവർക്കാണ് വീണ്ടും വീണ്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ബേസിക്കലി നമ്മളുടെ ഈ രോഗത്തിന്റെ എല്ലാം കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയല്ല. അതില് പ്രത്യേകിച്ചും ഈ അലർജിയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമൽ ആയിട്ടുള്ള സാധനങ്ങളോടും കൂടി അറ്റാക്ക് ചെയ്യുക. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണെങ്കിൽ നമ്മളുടെ സെല്ലിനെ തന്നെ അറ്റാക്ക് ചെയ്യുക. അതായത് നമ്മുടെ വീടിനകത്ത് തന്നെ ഫൈറ്റ്, ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത് പോലെയാണ്. മറ്റത് അലർജിയിലാണെങ്കിൽ ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മൾ കരുതും കുഴപ്പമില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആളെ കാണുമ്പോൾ നമ്മൾ ശത്രു വന്ന് കരുതി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. മറ്റേ ഓട്ടോഇമ്യൂൺ ഡിസീസിലാണെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ തന്നെ അല്ലെങ്കിൽ സെയിം ഫാമിലി മെമ്പേഴ്സ് തന്നെ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സ്കിന്നിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ ഏറ്റവും കൂടുതൽ മേജറായിട്ട് കാണുന്ന മിക്കവാറും ഉള്ള ഇങ്ങനെ ക്രോണിക് മാറാരോഗം പോലെയുള്ള സ്കിൻ ഡിസീസിന്റെ എല്ലാത്തിന്റെയും, പ്രത്യേകിച്ച് സോറിയാസിസ്, എക്സിമ ഒക്കെ ആ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ശരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി ഒന്ന്, നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് കൂടുതൽ വരുന്നു. അപ്പൊ ഇപ്പം സ്കിൻ ഡിസീസസ് കൂടി വരികയാണല്ലോ പലതരത്തിൽ. ഇപ്പൊ കണ്ടിട്ട് നേരത്തെ അങ്ങനെ കാണാറ് പോലും ഇല്ലാത്ത ഈവൻ കീലോയിഡ്, അറ്റ്ലീസ്റ്റ് ഹൈപ്പർട്രോഫിക് സ്കിൻ ഡിസീസ് പോലും കൂടി വരുന്നു. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ബേസിക്കലി വരുന്നത് നമുക്കൊരു ഈ നമ്മുടെ മെറ്റബോളിസത്തിൽ വരുന്ന എറേഴ്സ് കൊണ്ട് നമ്മളുടെ ആ സെല്ലുകളുടെ ആ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാതെ വരികയാണ് ചെയ്യുന്നത്.
അപ്പൊ ഈ ടോക്സിൻസ് കൂടുതൽ അടിഞ്ഞുകൂടുന്നു, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ശരീരത്തിൽ കൂടുതൽ ടോക്സിൻസ് അടിയുന്നു, അപ്പം നല്ല സെല്ലുകളുടെ ഡിവിഷൻ കറക്റ്റായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഇത് വളരാതെ വരും. പിന്നെ ന്യൂട്രീഷൻ ആവശ്യത്തിന് കിട്ടാതെ വരും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് സ്കിൻ ഡിസീസസ് കൂടാനും ഓട്ടോഇമ്യൂൺ ഡിസീസും അലർജിയും ഒക്കെ കൂടി വരാനുള്ള കാരണം. പിന്നെ നമ്മളുടെ ബോഡിയിലെ ഫാറ്റ്, omega-3 and 6 ഫാറ്റാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും 1:1 റേഷ്യോയിലാകേണ്ടത് നമ്മളുടെ ബോഡിയിൽ omega-6, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്, അതായത് ഈ ചൊറിച്ചിലും വേദനയും തടിപ്പും ഒക്കെ ഉണ്ടാക്കുന്ന അതിന് കാരണമായിട്ടുള്ള omega-6, അതായത് നമ്മുടെ ഡിഫൻസ് ഓറിയന്റഡ് ഫാറ്റ് കൂടുതലുണ്ട്. പിന്നെ മിക്കവാറും ഇത്തരം രോഗമുള്ളവർക്കെല്ലാം ഓവർവെയിറ്റ് ആകാം, അല്ലെങ്കിലും ഓവർവെയിറ്റ് ഇല്ലെങ്കിൽ പോലും അവരുടെ ബോഡിയിൽ ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മുടെ ഫാറ്റ് ഇതര വസ്തുക്കൾ ബോഡിയിലുള്ള ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോയും തെറ്റിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബേസിക്കലി നമ്മളുടെ ആ ഫുഡിനകത്ത് ഈ പ്രപ്പോർഷൻസ് കറക്റ്റ് ചെയ്യാൻ നോക്കാന്നുള്ളതാണ്. അപ്പം സ്വയം തന്നെ എന്തിനോടാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്, എന്ത് കഴിക്കുമ്പോഴാണ് ഇത് കൂടുന്നതെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ നോക്ക്. പക്ഷെ കുറെ കാലങ്ങളായിട്ട് മരുന്നും കഴിച്ചിരിക്കുന്നവരും ഒരു 1-2 കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ സെൽഫ് കണ്ടുപിടിക്കാൻ പറ്റിയെന്നിരിക്കും. പാലാണോ, നട്ട്സ് ആണോ, അല്ലെങ്കിൽ ഗോതമ്പാണോ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കുറെ നാളായിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട് എടുത്ത് ഏതാണ് നമുക്ക് പറ്റുന്ന ഫുഡ്, പറ്റാത്ത ഫുഡ്, ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ശരീരത്തെ പുറമേ നിന്നും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭിത്തിയാണ് ചർമ്മം. ചർമ്മത്തിൽ ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടായാൽ രോഗാണുക്കളും വിഷവസ്തുക്കളും അകത്ത് കിടക്കും. മാത്രമല്ല വെള്ളവും മറ്റു പോഷകങ്ങളും ഒലിച്ച് പുറത്തേക്ക് പോകാനും തുടങ്ങും. 2, വൃക്കയും കരളും പോലെ ഒരു വിസർജനാവയവമാണ് ത്വക്ക്. കരളിനും വൃക്കയ്ക്കും പുറത്തു കളയാനാകാത്ത പല വിഷവസ്തുക്കളെയും ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്നത് ചർമ്മത്തിലൂടെയാണ്. അതായത് വൃക്കയോ കരളോ തകരാറിലായാൽ വിസർജ്യ വസ്തുക്കൾ പുറത്തു കളയാൻ സഹായിക്കാൻ ചർമ്മത്തിന് സാധിക്കും. 3, കരളിനും വൃക്കയ്ക്കും പുറത്തു കളയാനാകാത്ത വിഷാംശം ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ചർമ്മത്തിലേക്ക് എത്തുകയും ചർമ്മത്തിൽ നിറവ്യത്യാസത്തിനും ചൊറിച്ചിലിനും ഒക്കെ കാരണമാകുകയും ചെയ്യാം. അതിനാൽ ചർമ്മത്തിൽ നിറവ്യത്യാസമോ ചൊറിച്ചിലോ അനുഭവപ്പെട്ടാൽ വൃക്കയ്ക്കോ കരളിനോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 4, ഉള്ളിലെ രോഗങ്ങളുടെ ലക്ഷണമാണ് പലപ്പോഴും ത്വക്കിലെ നിറവ്യത്യാസങ്ങൾക്കും ചൊറിഞ്ഞു പൊട്ടാനും ഒക്കെ കാരണം. SLE പോലെയുള്ള ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ, ഫുഡ് അലർജി, മരുന്നുകളോടുള്ള അലർജി, പ്രമേഹം, കൊളസ്ട്രോൾ, ക്യാൻസർ തുടങ്ങിയതിലൊക്കെ ചർമ്മത്തിൽ നിറവ്യത്യാസമോ തടുപ്പോ ചൊറിച്ചിലോ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം. 5, മരുന്ന് കഴിക്കുന്നവർ ചർമ്മത്തിൽ ചൊറിച്ചിലോ നിറവ്യത്യാസമോ കണ്ടാൽ ഉടൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്നിന്റെ അലർജി മൂലമല്ല ചൊറിച്ചിലും നിറവ്യത്യാസവും ഉണ്ടായത് എന്ന് ഉറപ്പുവരുത്തണം. ലക്ഷണങ്ങൾ അവഗണിച്ച് മരുന്ന് തുടർന്നാൽ ചർമ്മവും വായിലെയും കണ്ണിലെയും ശ്ലേഷ്മസ്തരവും ഒക്കെ നശിക്കുന്ന സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ തുടങ്ങിയ അപകടകരമായ അവസ്ഥകളിലേക്ക് പോകാം. 6, മാറാരോഗങ്ങളായ സോറിയാസിസ്, എക്സീമ, സ്ക്ലെറോഡെർമ, പെംഫിഗോയിഡ് തുടങ്ങിയ ഓട്ടോഇമ്യൂൺ രോഗങ്ങൾക്ക് കാരണം ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശവും ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ ഏറ്റക്കുറച്ചിലും ശരീരത്തിന് ചേരാത്ത ഭക്ഷണവും വയറിനുള്ളിലും ചർമ്മത്തിലും ജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണത്തിലും പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന അപാകതകൾ മൂലം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിരിടുന്നതാണ്. 7, സോറിയാസിസ് പോലുള്ള ചർമ്മ രോഗങ്ങളുടെ കാരണം കണ്ടെത്തി പരിഹരിക്കാനായില്ല എങ്കിൽ ആർത്രൈറ്റിസ്, തൈറോയിഡൈറ്റിസ്, നെഫ്രൈറ്റിസ് പോലുള്ള മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ട്. 8, വിട്ടുമാറാത്ത ഒട്ടുമിക്ക ചർമ്മരോഗങ്ങൾക്കും കാരണം ജീവിതശൈലിയിലെ അപാകതകൾ മൂലം ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിലെ തകരാറുകളാണ്. ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും ഇമ്മ്യൂണിറ്റി ഉത്തമമാക്കാനും കഴിഞ്ഞാൽ മാത്രമേ രോഗങ്ങളിൽ നിന്നും മോചനം നേടാനാവൂ. 9, അസ്വസ്ഥതകൾ മാറ്റാനായി ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന സ്റ്റിറോയിഡ് മരുന്നുകളും ക്യാൻസറിനായി ഉപയോഗിക്കുന്ന മെത്തോട്രെക്സേറ്റ് പോലുള്ള ആന്റിമെറ്റബോളിക് മരുന്നുകളും
ഇൻഫിക്സിമാബ് പോലുള്ള ബയോളജിക്കൽ മോഡുലേറ്റേഴ്സും ഒക്കെ ദീർഘകാലം ഉപയോഗിക്കുന്നവർക്ക് പോലും ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനായാൽ അസ്വസ്ഥതകളിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാനാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുൻപായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്.
ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഈ സ്കിൻ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ യൂഷ്വലി സ്കിന്നിന് ഇപ്പൊ സോറിയാസിസോ അല്ലെങ്കിൽ എക്സീമയോ മാത്രമായിട്ട് ആരെയും കാണാറില്ല. കൂടുതൽ പേർക്കും ഓൾറെഡി സ്കിൻ ഡിസീസ്, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റു രോഗങ്ങളും ഉണ്ടാവും. മിക്കവാറും തൈറോയിഡൈറ്റിസ് ഉണ്ടാവും, ചിലപ്പോൾ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടാവും, ഓൾറെഡി ഡയബറ്റീസ് ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ രോഗമായിട്ടാണ് സാധാരണ നമ്മൾ ഇതിൽ കാണുന്നത്. നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ രോഗത്തിന്റെ ലക്ഷണത്തെ അല്ല, നമ്മൾ സാധാരണ മരുന്നുകൾ കൊടുക്കുന്നത് രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനാണ്. അപ്പൊ സ്റ്റിറോയിഡ് കൊടുക്കുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്ന ചൊറിച്ചില്, തടിപ്പ്, ചുമപ്പ്, വേദന ഇതൊക്കെ കുറയ്ക്കാന്നുള്ളതാണ്. പക്ഷെ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അങ്ങനെയല്ല. നമുക്ക് ബോഡിയിൽ കിടക്കുന്ന എക്സസ് ടോക്സിൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അതുപോലെ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. ഒരു സെല്ല് ഡാമേജ് ആയ പുതിയത് വരണമെന്നുണ്ടെങ്കിൽ പുതിയത് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളത് വേണം. സ്കിൻ ഓൾറെഡി ഡാമേജ് ആണല്ലോ. അപ്പൊ ഒരു ഹീലിംഗ്, നമുക്കൊരു ക്യൂർ കിട്ടണം, രോഗമുക്തി കിട്ടണമെങ്കിൽ ഈ ഡാമേജ്ഡ് സെല്ലിനെ എല്ലാം മാറ്റി പുതിയത് ഉണ്ടാക്കാൻ പറ്റണം. അതിനു വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുക, ബോഡിയിൽ നിന്നുള്ള ടോക്സിൻസ് ഒഴിവാക്കുക, ഇനിയും കൂടുതൽ ടോക്സിൻസ് ബോഡിയിലേക്ക് ചെല്ലാതെ നോക്കുക. അപ്പൊ ഈവൻ നമ്മൾ ബോഡി കൺസിഡർ ചെയ്യുന്ന മരുന്നുകളെയും വിഷമായിട്ടാണ്. അപ്പൊ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ മരുന്ന് തന്നെ കുറച്ചുകൊണ്ടുവരും. അപ്പൊ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതശൈലിയാണ് ഇതിനകത്തെ പ്രോബ്ലം. അപ്പൊ ജീവിതശൈലിയിലെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസും അലർജിയും ഒക്കെ ഉള്ളവർക്ക് നമ്മൾ സാധാരണ എല്ലാവരും കഴിക്കുന്ന പല ഭക്ഷണം അവർക്ക് അലർജിക്കായിരിക്കും. അതായത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഹെയർ ഡേയും കോസ്മെറ്റിക്സും പിന്നെ ബോഡി ലോഷനും ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറ്റി നമ്മൾ ന്യൂട്രീഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ലേപനങ്ങളും അതുപോലെ ഫുഡും ഒക്കെ ആക്കി, പിന്നെ എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഇതിനകത്ത് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ എക്സസൈസും, അതും ജെന്റിലായിട്ടുള്ള, എല്ലാവരും പേഷ്യൻസ് ആണല്ലോ, അപ്പം ജെന്റിലായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ആദ്യം ഒരു സോറിയാസിസ് പേഷ്യന്റിന് പറയാം, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇത് 150 സെന്റിമീറ്റർ ഹൈറ്റുള്ള 51 വയസ്സുള്ള ലേഡിയാണ്. 60 കിലോ ആണ് തൂക്കം. അപ്പൊ അവർക്ക് സോറിയാസ് തുടങ്ങിയിട്ട് 22 വർഷമായി. മൊത്തം ബോഡിയിൽ നിറച്ചും വിഷൻസ് ആണ്. അപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല, പലതരം ബുദ്ധിമുട്ടുകളാണ്. തലയിലും മൊത്തം എല്ലാത്തിലും ഇതാണ്. രാത്രിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന പോലെ, ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല, ചൊറിച്ചിൽ കാരണമുള്ളതുകൊണ്ട്. പിന്നെ മൈഗ്രെയിൻ ഉണ്ട്, തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് തൈറോയിഡക്ടമി ചെയ്തു, എന്നിട്ട് അതിന് ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അക്ലേസിയ കാർഡിയ, അതായത് എൻഡോസ്കോപ്പിയില് ആൻഡ്രൽ ഗാസ്ട്രൈറ്റിസ്, വയറിനും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ പ്രശ്നമുള്ള ലേഡിയാണ്. അപ്പൊ അവർക്ക് ബേസിക്കലി ഏറ്റവും പ്രധാനം ഇച്ചിങ്ങും റാഷസും ആയിരുന്നു.
ശരിക്കും അവരുടെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയപ്പം മൾട്ടിപ്പിൾ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വിറ്റലിഗോടെ, അതായത് വൈറ്റ് പാച്ചസും കൂടെ വരുന്നുണ്ട്, വെരിക്കോസ് വെയിൻസ് ഉണ്ട്. അപ്പം ഇൻഡസ്റ്റൈനെ ബാധിച്ചിട്ടുണ്ട്, സ്കിന്നിനെ ബാധിച്ചിട്ടുണ്ട്. സ്കിന്നിനെ തന്നെ പല രീതിയിലുള്ളത് വന്നിട്ടുണ്ട്, തൈറോയിഡിനും ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ സിസ്റ്റംസ് ശരിക്കും പറഞ്ഞാൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സോറിയാസിസ് മാത്രം ഇത് പറയാൻ പറ്റില്ല. അപ്പം ഇവരുടെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി ആക്ച്വലി വിതിൻ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആ ചൊറിച്ചിലിനൊക്കെ നല്ല ആശ്വാസമായി. ഇവർ പലതരം മരുന്നുകളും ലേപനങ്ങളും ഇതുമൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളൊക്കെ നിർത്തിയിട്ടാണ് വന്നത്. ആയുർവേദവും ഹോമിയോയും എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ omega-3 6-9 സ്പെഷ്യൽ റേഷ്യോയിലുള്ള ബോഡി കെയർ ഉണ്ടാവും, പിന്നെ ന്യൂട്രീഷനും ആണ് വരുന്നത്. വിതിൻ ഒരു 1 വീക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും തന്നെ ഇച്ചിങ്ങിനൊക്കെ നല്ല ആശ്വാസമായി. ആക്ച്വലി 30 ഡേയ്സ് ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് അവിടെ ഇവിടെ ചെറിയ ഇത് മാത്രം, അതും എന്തെങ്കിലും തെറ്റിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പം നമ്മൾ ബേസിക്കലി ഇങ്ങനെ നോക്കുമ്പം ഇവരുടെ എന്തൊക്കെയാണ് പറ്റുന്ന ഫുഡ്, പറ്റാത്ത, ഇവർക്ക് കുറേ സാധനങ്ങളോട് അവരുടെ ബോഡി അലർജിക്കാണ്. അതായത് പാല്, ചിലതരം പയറുവർഗ്ഗങ്ങള്, റൈസ്, അങ്ങനെ സോ മെനി ഐറ്റംസിനോട് ഇവർക്ക് അലർജി ഉണ്ട്. ലെമൺ, സീസയും. അപ്പൊ നമ്മൾ നമുക്ക് അതാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ക്ലിനിക്കലി സപ്പോർട്ട് വേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കി. ഇപ്പൊ കുറെ ഐറ്റംസിനോട് അലർജി എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ എന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഫുഡ് കൊടുത്ത് പിന്നെ അതിനകത്തോട്ട് ഓരോന്ന് ആഡ് ചെയ്ത് നമ്മൾ ഏതിലാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇവരുടെ ബോഡിയിൽ ഒത്തിരി ഓവർ വെയിറ്റും ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു 1 മന്ത് ആയപ്പോഴേക്കും അവർ സിംറ്റംസിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയി. അവർക്കൊരു പ്രീ ഡയബറ്റിസ് ഉണ്ടായിരുന്നു, GFR കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അഡീഷണൽ ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഒരു 90 ഡേയ്സ് ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി സിംറ്റം ഫ്രീ ആയി. മാത്രമല്ല അവരുടെ വെയിറ്റ് ആണെങ്കിലും കുറച്ച് 50 കിലോയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. 10 kg, അതായത് നമ്മൾ ഏകദേശം ഒരു 20% ഒരു 3 months കൊണ്ട് കുറച്ചുകൊണ്ട് വരാനും പറ്റി. അപ്പൊ മരുന്നൊന്നും ഇല്ലാതെ കംഫർട്ടബിൾ ആക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും അവര് അലർജിക് ആയിട്ടുള്ളത് ഒഴിവാക്കാൻ നോക്കണം. ശരിക്കും അവരുടെ ഹൈറ്റ് അനുസരിച്ച് ഒരു 45 kgയിലേക്ക് ബാക്കിയുള്ള എക്സസ് ഫാറ്റും കൂടെ കുറച്ചുകൊണ്ട് വന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു എക്സീമ പ്ലസ് സോറിയാസിസ്, ഇപ്പൊ രണ്ടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലുള്ള ഒരു പേഷ്യന്റ് ആണ്. അവർക്ക് കൊച്ചില് കരപ്പൻ പോലെയുള്ള രോഗം ഉണ്ടായിരുന്നു. അത് കുറച്ചു നാൾ മാറി നിന്നു. പിന്നെ 38 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പൊ അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിന്നെ വരാനുള്ള ഇങ്ങനത്തെ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലായിരിക്കും വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക്. 12 വർഷമായിട്ട് ഡയബറ്റിസ് ഉണ്ട്. അലർജി 5 വർഷമായിട്ട്, സ്നീസിങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോൾ ബോഡി, ഇപ്പം മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എക്സിമയുടെ ഇതാണ്. ഈവൻ കണ്ണിന് ചുറ്റും മുതൽ എല്ലാ ഭാഗവും അഫക്റ്റഡ് ആണ്. പക്ഷെ ബോഡിയിൽ ബാക്കും ബട്ടക്സും ഓൾ പാർട്ട് അഫക്റ്റഡ് ആണ്. അത് അവിടെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു സോറിയാസിസ് പോലെയാണ്. അപ്പൊ സ്കെയിലിങ്ങും കൂടെ വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും അങ്ങനെയായിരിക്കും, മൾട്ടിപ്പിൾ പ്രസന്റേഷൻസ് ആയിരിക്കും വരുന്നത്. ഒരേപോലെ തന്നെ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല വരുന്നത്. അതുപോലെ സ്കിന്നൊക്കെ ഡാർക്കനിങ്ങും ചൊറിഞ്ഞ് പൊട്ടി പിന്നെ കറുപ്പ് നിറമായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുട്ടുവേദനയുണ്ട്, ഒരു മുട്ടിന് തേയ്മാനമുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പൊ ഡയബറ്റീസിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പം യൂഷ്വലി നമ്മൾ ഇപ്പം സ്കിൻ ഡിസീസ് ആണെങ്കിലും നമ്മൾ ഏത് രോഗമാണെങ്കിലും നമ്മൾ ബോഡിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ ഡയബറ്റീസിന്റെ മരുന്നുകൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കൺട്രോൾഡ് ഇതെടുക്കും, നമ്മൾ ഫുഡ് കാലറി കൺട്രോളും കൂടെയാണല്ലോ വരുന്നത്. ഇവർക്കാണെങ്കിലും ഓവർ വെയിറ്റ് ഉണ്ട്,
അപ്പൊ 151 സെന്റിമീറ്ററും 58 കിലോയും ഉണ്ട്. ശരിക്കും നമ്മള് വയറുണ്ട്, അപ്പൊ ആ ബോഡിയിലെ ഫാറ്റും കൂടെ കുറയ്ക്കണം. ബോഡി കോമ്പോസിഷൻ, ബോഡിയുടെ ഘടനയാണ് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം ഡയബറ്റിക് മെഡിസിൻസ് ഒക്കെ ഫസ്റ്റ് ഡേ തന്നെ നിർത്തി. മെയിൻലി ഡയബറ്റീസിനായിരുന്നു മരുന്നെടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇവർക്കും ബേസിക്കലി ഫസ്റ്റ് 8th ഡേ വരുമ്പോൾ തന്നെ ചൊറിച്ചിലിനൊക്കെ നല്ല ആശ്വാസമായി, മുട്ടുവേദനയൊക്കെ മാറി. അങ്ങനെ പല ഡയബറ്റീസ്, ഷുഗർ മരുന്നില്ലാതെ തന്നെ ഡയബറ്റീസ് എപ്പോഴേക്കും തന്നെ കൺട്രോൾഡ് ആയി. ആൻഡ് ആക്ച്വലി വെയിറ്റ് 58 കിലോയിൽ നിന്ന് 60 ദിവസം ആയപ്പോഴേക്കും 53 കിലോയിലേക്ക് വന്നു. 90 ഡേയ്സ് ആയപ്പോഴേക്കും 51 50.5 അത്രയിലേക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റിയെന്നുള്ളത്. അപ്പോഴേക്കും ആക്ച്വലി വരുമ്പം വിത്ത് മെഡിസിൻ HbA1c 8.2 ഉണ്ടായിരുന്നത് 60 ആയപ്പോഴേക്കും 7 ആയി, 90 ആയപ്പോഴേക്കും 6.4 കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പൊ വെയിറ്റ് കുറയുന്നതുകൊണ്ട് അതനുസരിച്ച് ഈ അതുപോലെ വെരിക്കോസ് വെയിൻ കാരണം കാലൊക്കെ കറുത്തിരുന്നതാണ്. അപ്പം വെരിക്കോസ് വെയിന്റെയും അസ്വസ്ഥതകൾ മാറി, മുട്ടുവേദന മാറി. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കുമാണ് ഇതിനകത്ത് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിക്ക് ഹോളാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലാതെ സ്കിന്നിന് മാത്രമല്ല, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറും, പ്രഷർ ഉണ്ടെങ്കിൽ അത് മാറും. ആ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു 15 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ വിറ്റിലിഗോ, നമ്മുടെ ഈ വെള്ളപ്പാണ്ടാണ്. അപ്പൊ 1.5 വർഷമായിട്ട് ഡയഗ്നോസ് ചെയ്ത് 1.5 വർഷമായിട്ട് ട്രീറ്റ്മെന്റും, നമ്മൾ യൂഷ്വലി പൂവ തെറാപ്പി എന്നൊക്കെ പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണല്ലോ ഈ വിറ്റിലിഗോയ്ക്ക് കൊടുക്കുന്നത്. ഒരു മരുന്ന് കഴിച്ചിട്ട് സൂര്യപ്രകാശത്തിലിരിക്കുക, ട്രയോക്സലാൻ ഒരു മെഡിസിൻ ആണ്. അത് കഴിക്കുക. പിന്നെ അതുപോലെ അതിന്റെ ഓയിൻമെന്റ് ഉണ്ടാവും, അത് ഇട്ടിട്ട് അല്ലെ ലോഷൻ ഇട്ടിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിലിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം കൊച്ചുകുട്ടിയാണെന്ന് ഓർക്കണം. അപ്പം ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവർ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞിട്ട് കുറെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് 1.5 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാറിയിട്ടില്ല. പക്ഷെ ഇപ്പൊ മൊത്തത്തിൽ അവൻ കറക്കാൻ തുടങ്ങി. നല്ല നിറം ഉണ്ടായിരുന്ന കുട്ടിയാണ്. മൊത്തത്തിൽ കാരണം ഈ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് സൂര്യപ്രകാശത്തിലൂടെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ കറക്കാൻ തുടങ്ങുന്നു. അതായിരുന്നു ഇവരുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ നമ്മള് ശീസുള്ളി 15 വയസ്സ്, 174 സെന്റിമീറ്റർ, 55 കിലോയേ ഉള്ളൂ. ഓവർ വെയിറ്റ് ഒന്നുമില്ല. നോക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റിലാണെങ്കിൽ കുറച്ച് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അല്ലാതെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ബ്ലഡ് ടെസ്റ്റ്. പിന്നെ ഒരു ടിൻ എന്ന് പറഞ്ഞുള്ള ഒരു മിനറലിന്റെ ഒരു മെറ്റൽ, ഒരു ടോക്സിക് എലമെന്റിനകത്ത് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുട്ടിയുടെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും എല്ലാം നല്ല കറക്റ്റായിട്ട് നോക്കുന്നതാണ്. അതിന്റെ പേരൻസും അതുപോലെ സപ്പോർട്ടീവ് ആയിരുന്നുകൊണ്ടാണ്. അവന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ആൺകുട്ടിയാണ്. അപ്പം ആക്ച്വലി ഒരു മാസത്തായപ്പോഴേക്കും തന്നെ നമുക്ക് ഓൾറെഡി എടുത്തുകൊണ്ടിരുന്ന മരുന്നൊക്കെ കുറച്ചുകൊണ്ട് വന്നു. മരുന്ന് വെയിൽ കൊള്ളലും, അങ്ങനെ വെയിൽ കൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ന്യൂട്രീഷൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ വെയിൽ കൊള്ളുന്നുള്ളൂ. മറ്റേ മരുന്നൊക്കെ നിർത്തി. 3 months ആയപ്പോഴേക്കും കംപ്ലീറ്റ് 1.5 വർഷമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മാറാത്തതാണ്. സ്കിൻ മൊത്തത്തില് 3 മാസം ആയപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയെന്ന് മാത്രമല്ല, 1.5 വർഷമായിട്ട് മരുന്നും എടുത്ത് വെയിലും കൊണ്ടൊക്കെ ഇരുന്നാലും മാറിയില്ല എന്ന്. 3 മാസം കൊണ്ട് അവിടെ കംപ്ലീറ്റ് നമുക്ക് കാണാൻ, തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ സ്കിന്ന് നോർമൽ ആയെന്നുള്ളതാണ്. പക്ഷെ ഇത്രയും നമുക്ക് ഒത്തിരി എസ്റ്റാബ്ലിഷ് ചെയ്ത് കംപ്ലീറ്റ് വൈറ്റ് ആയിപ്പോൾ ഹോൾ ബോഡിയൊക്കെ ആയവർക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. ഇത് തുടക്കം ആയതുകൊണ്ടും കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ടും അത്രയും ഭാഗത്തെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മാത്രം കറക്റ്റ് ചെയ്താൽ മതിയല്ലോ. അതും കംപ്ലീറ്റ് ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വരാൻ കാരണം. മരുന്നൊന്നും ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ക്ലിയർ ആയി. വിതിൻ മോന്റെ ശരിക്കും അങ്ങനെ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് റിഡക്ഷനോ അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല. പക്ഷെ തുടങ്ങുമ്പം ഫാറ്റിന്റെ അളവിൽ കുറച്ചുകൊണ്ട് വന്നു. കുറച്ച് ഫാറ്റ് കൂടുതലുണ്ടായിരുന്നു, അത് കുറച്ചു. മറ്റേ സ്കിന്നും ക്ലിയർ ആയി. അപ്പം കുട്ടിക്കും ആണെങ്കിലും പല സാധനങ്ങളോടും അലർജി ഉണ്ടായിരുന്നു. അതായത് മിൽക്ക്, ടൊമാറ്റോ, എഗ്,
ഓറഞ്ച്, അങ്ങനെ പല സാധനങ്ങളോടും അലർജി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഒഴിവാക്കണം. അതാണ് ഇതിനകത്ത് ഫ്യൂച്ചറിൽ നോക്കണ്ടത്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. പക്ഷെ നമ്മൾ ഈ ജങ്ക് ഫുഡ്, കളറും പ്രിസർവേറ്റീവ്സും ഇട്ടത്, ഈ നമ്മളുടെ ബോഡിക്ക് പറ്റാത്ത സാധനങ്ങൾ, ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഒഴിവാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള, പിന്നെ ഓവർ വെയിറ്റ് ഗെയിൻ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിക്കുക. അപ്പൊ നമ്മളുടെ ബോഡിക്ക് വേണ്ട എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് കുറച്ചും കൂടി ഒരു റയർ ഡിസീസാണ് ഇത്. 30 വയസ്സുള്ള യങ്മാനാണ്, 151 സെന്റിമീറ്റർ ഹൈറ്റ്, 56 കിലോ ആണ് തൂക്കം വരുന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കീലോയിഡ് ആണ്. അതായത് ഹൈപ്പർട്രോഫിക് ഒരു ഡിസീസ്. അതായത് നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുതരം ട്യൂമറാണ്, അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് അങ്ങനെയില്ല, പക്ഷെ ഇത് ലോക്കലി സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിപ്പം ഞാനൊന്നും പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ആ കീലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലേഡീസിനൊക്കെ ചെവിയില് കമ്മലിന് വേണ്ടിയിട്ട് ഇതിട്ടിട്ട് അതിൽ തടിപ്പ് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ കുറെ പല പേഷ്യൻസിനും ഇപ്പൊ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ എന്താന്ന് വെച്ചാൽ ചെസ്റ്റിലുണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റേർണം എന്ന് പറയുന്ന നെഞ്ചിന് മുമ്പിലത്തെ മസിൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് കൂടാതെ ഹോൾ ബോഡി, പ്രത്യേകിച്ച് ബാക്കും കയ്യിലും എല്ലാം ചെറിയ 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 കീലോയിഡ് ലീഷൻസ്, കീലോയിഡ് പാപ്പിൾസ് എന്ന് പറയും. അപ്പം അത്രയും പ്രായമല്ലേ ആയുള്ളൂ. അപ്പൊ ഇത് തുടങ്ങിയിട്ട് സ്കിൻ ഡിസീസ് തുടങ്ങിയത് ശരിക്കും 15 വയസ്സുള്ളപ്പോൾ തുടങ്ങി. അപ്പൊ 15 വർഷത്തോളമായി. അപ്പൊ അപ്പോഴാണ് ഇത്ര ഈ നിലയിലേക്കായത്. ഇപ്പൊ മാരേജ്, അതുകൊണ്ട് ഇത്രയും പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് മാരേജ് അങ്ങനത്തെ ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ഫിയറും അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം ഇത് കണ്ടാല് അത് മാത്രമല്ല, ഹോൾ ബോഡിയിൽ കൊച്ചു ഇതാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒറ്റ നോട്ടത്തിൽ നമ്മളിത് എന്താണെന്ന് പിടികിട്ടാതെ വരും. പക്ഷെ നമ്മൾ ഇത് കാണുമ്പോൾ അറിയാം കിലോയിഡ് ആണെന്നുള്ളത്. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക് ലീഷൻസ് അങ്ങനെ വലിയ സിംറ്റംസ് ഉണ്ടായിരുന്നില്ല. സോറിയാസിസും എക്സിലും അത്ര ചൊറിച്ചിലൊന്നും അതിനില്ല. പക്ഷെ ചൊറിച്ചിലുണ്ട്, മൈൽഡ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് സിംറ്റമാറ്റിക് റിലീഫ് വന്നു. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കാൻ ഇച്ചിരി മടിയായിരുന്നു. എന്നാലും 90 ഡേയ്സ് ആയപ്പോഴേക്കും 55-ന്ന് 50 കിലോയിലേക്ക് എത്തിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഒരു ഷോർട്ടാണ്, മേലാണേലും ഷോർട്ടാണ്. അപ്പം അതില് 50 കിലോയിലെ 51 കിലോയിലേക്ക് വന്നപ്പോഴേക്കും 16.2 ഫാറ്റിന്റെ ലെവലും കുറച്ചുകൊണ്ട് വന്നു. ആക്ച്വലി 16.7 ശരിക്കും ഫാറ്റിന്റെ ലെവല് ഈ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 താഴെ, അറൗണ്ട് ഒരു 10-12 കൊണ്ടുവന്നാലേ ഇനിയും ഇത് പ്രോഗ്രസ് ചെയ്യാതിരിക്കുള്ളൂ. അപ്പൊ ഇപ്പം ഈ 3 months ആയപ്പോഴേക്ക് ആ നെഞ്ചിന് മുമ്പിലുള്ള ഒരു ഫ്യൂ ലൈൻസ് ഉണ്ട്, അതിങ്ങനെ ഒരുതരം ഹൊറിസോണ്ടൽ ലൈൻസ്, ഇങ്ങനെ പാരലായിട്ടുള്ള ലൈൻ പോലെയുള്ള ഒരു ഫ്യൂ ഉണ്ട്. ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തും നമ്മൾ ഇവിടെയും ഈ നമ്മുടെ ബോഡിയിലെ എക്സസ് ഫാറ്റ് ഉള്ളത് കളയണം. അതുപോലെ തന്നെ നമ്മൾ പറ്റാത്ത ഫുഡ്, ഇപ്പം നമ്മൾ ഇവിടെ ഒത്തിരി പേർക്കും കാണുന്നുണ്ട് മിൽക്കും എഗ്ഗും ഒക്കെ അലർജി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എല്ലാം ആർട്ടിഫിഷ്യലി ഫോംഡ് ആണല്ലോ, പാലൊക്കെ ആകെ മാറിപ്പോയില്ല, പഴയ പാലൊന്നും അല്ലാത്തതുകൊണ്ടാവാം. അങ്ങനെ പല സാധനങ്ങളോടും, ടൊമാറ്റോസ്, ഇങ്ങനെ ചില കോമൺ സാധനങ്ങളൊക്കെ, റൈസ് ഒക്കെ അലർജി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അത് ലൈഫ് ലോങ് വരെ, അറ്റ്ലീസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് മാറുന്നോടും വരെ കംപ്ലീറ്റ് ഒഴിവാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും ഒക്കെ ആകാം, റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്.
ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിന്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാ രീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.